ആണ് സന്തോഷം പറഞ്ഞത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ തീരുമാനമായി. ജനങ്ങളുടെ താല്പര്യപ്രകാരമാണ് തീരുമാനം എന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറയുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തു. അതൊരു വൈകാരികമായ തീരുമാനമല്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേന എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തീരുമാനമാണ്. ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും കയ്യിൽ തോക്കേണ്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ആ തീരുമാനം ഐക്യകണ്ഠേനാണ് പഞ്ചായത്ത് സ്വീകരിച്ചത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. വളരെ വിവാദപരമായ ഒരു പ്രഖ്യാപനമാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ മാത്രം ഇത്തരത്തിലൊരു വിവാദപരമായ പ്രസ്താവന പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ നടത്തുകയാണ്. എല്ലാ മൃഗങ്ങളെയും, അത് നിയമവിരുദ്ധമാണെങ്കിൽ കൂടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് അത് നടപ്പാക്കും, അതിന് രാഷ്ട്രീയ ഭേദമന്യേ തീരുമാനമായി എന്നാണ് പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ് ഇംതിയാസ്? തീർച്ചയായിട്ടും വെരി ഗുഡ് മോർണിംഗ്. വളരെയേറെ വിവാദപരമായ ഒരു തീരുമാനം തന്നെയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഈ ജനവാസ മേഖലയിൽ കാര്യമായിട്ട് വന്യമൃഗ ശല്യമുണ്ട്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ പാർട്ടികളും ഒരുമിച്ചുകൊണ്ട് അവിടെ ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു. ആ യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യകണ്ഠേനെ ഒരാളും വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം, നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാമെന്ന നിയമവിരുദ്ധമായ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുന്നു. അത് നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം തന്നെ ആ ബൈക്കിൽ പറയുന്നുമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നതും. ഇതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നാണ് ഇങ്ങനെയൊരു വിവാദ പരാമർശവും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പരിധിയിൽ മലയോര മേഖലയാണ്. ഈ മേഖലയിൽ കാര്യമായിട്ട് കുരങ്ങ് ശല്യവും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യവും അതോടൊപ്പം നേരത്തെ പുലിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണിത്. ആ രീതിയിൽ ജനങ്ങൾ അവരുടെ കൃഷി മൃഗങ്ങളിറങ്ങി വന്യമൃഗങ്ങളിറങ്ങി അവരുടെ കൃഷി നശിപ്പിക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് സ്ഥലങ്ങളിലുള്ളതാണ്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളതാണ്, സംസ്ഥാനത്തൊട്ടാകെ. മാത്രമല്ല വന്യജീവിയുടെ ആക്രമണം അല്ലെങ്കിൽ വന്യജീവികളുടെ ശല്യം എന്ന് പറയുമ്പോൾ അതിൽ ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങി എല്ലാം ഉൾപ്പെടുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകൾ അനുസരിച്ച് ഈ എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലുമെന്നാണോ? അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് ആദ്യഘട്ടം പ്രാഥമികമായി മനസ്സിലാവുന്ന ഒരു കാര്യം അങ്ങനെയാണ്. കാരണം അദ്ദേഹം അത് എടുത്തു പറയുന്നുമുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലും, അതിന് ഷൂട്ടേഴ്സ് പ്ലാൻ അത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിയമം അനുസരിച്ച് നമുക്ക് കാട്ടുപന്നിയാണെങ്കിൽ പോലും പഞ്ചായത്ത് തലത്തിൽ അതിനൊരു ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. കാട്ടുപന്നിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിലിറങ്ങുന്ന ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ വലിയ കേസൊക്കെ എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്ന ഒരു കാര്യം. എന്തായാലും വിവാദപരമായ ഒരു കാര്യമാണ്, പരാമർശമാണ് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹം ഇതിനുശേഷം ഇത് വാർത്തയായതിന് പിന്നാലെ ഒരു പ്രതികരണവുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടുമില്ല. നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടാൻ പലപ്പോഴായി ശ്രമിക്കുന്നു, പക്ഷേ കോള് ക്യാൻസൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പലപ്പോഴായി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇംതിയാസെ. ഏതായാലും ഇതിനൊരു വിശദീകരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഇംതിയാസെ. അപ്പോൾ മാത്രമായിരിക്കും അതിൽ കൂടുതൽ വ്യക്തത വരിക. ഇപ്പോൾ വ്യക്തമാവുന്നതനുസരിച്ച് ഇനി ഇത് നിയമവിരുദ്ധമാണ് എങ്കിൽ കൂടി നാട്ടിലിറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാൻ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ തീരുമാനിച്ചു, ഒറ്റക്കെട്ടായി നടപടിയെടുക്കും എന്നാണ് കെ സുനിൽ അറിയിക്കുന്നത്, വീഡിയോയിലൂടെ അറിയിക്കുന്നത്. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റാണ് കെ സുനിൽ. എങ്ങനെയാണ് നമുക്ക് എല്ലാ വന്യമൃഗങ്ങളെയും അങ്ങനെ വെടിവെച്ച് കൊല്ലാനാവുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പലതിലും ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലേ? അല്ലെ, മനുഷ്യന്റെ കാര്യത്തിലും ഇതുപോലെ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തു കളയുമോ എന്നോ നമുക്ക് ആശങ്കയുണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് നിയമങ്ങൾ എപ്പോഴും അത് പാലിക്കാനുള്ളതാണ്. നിയമവിരുദ്ധമാണെങ്കിൽ കൂടി നമ്മൾ നടപ്പാക്കും എന്ന് പറയുന്നത് ഈ നാട്ടിലെ, ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളിയാണ്. അത് വിവാദമായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശദീകരണം വരട്ടെ.